بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമായ മാസങ്ങളിൽ, പവിത്രമായ ദിവസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ചെയ്യുക എന്നത് ഓരോ സത്യവിശ്വാസിയും തേടി നടക്കുന്ന കാര്യമാണ്. അള്ളാഹു ആദരിച്ച സമയങ്ങളിൽ, അള്ളാഹു ആദരിച്ച ഇടങ്ങളിൽ റബ്ബിന് ഏറ്റവും സന്തോഷമുള്ള അമല് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കുക എന്ന സത്യവിശ്വാസിയുടെ ധർമ്മത്തിലാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവും പകലും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അതിശ്രദ്ധേയവും അതിപ്രധാനവുമായ ഒരു അമല് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ആണ് എന്നതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. സ്വലാത്ത് എന്ന് പറയുന്ന പുണ്യകർമ്മം ഒരു മനുഷ്യന്റെ ഉച്ചാരണത്തിലും ശബ്ദത്തിലും പ്രകടനത്തിലും അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഏത് അമല് അള്ളാഹു തിരസ്കരിച്ചാലും സ്വലാത്ത് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ബാലപാഠങ്ങളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന ആദ്യ കാലങ്ങളിൽ തന്നെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മെ പരിശീലിപ്പിച്ച പരിശുദ്ധമായ വചനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ എണ്ണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. സ്വലാത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. സ്വലാത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട്. ഒരുപാട് സംസാരിക്കാം സ്വലാത്തിനെ കുറിച്ച്. കാരണം അത്രയും നമ്മുടെ അയിമ്മത്ത് ഇതിന്റെ ഫളാഇൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. എന്റെ അന്വേഷണത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചയും സ്വലാത്തും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഹ്രസ്വമായ ഒരു അവതരണമാണ് ആഗ്രഹിക്കുന്നത്. റഹ്മാനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും അവന്റെ പൊരുത്തം തന്ന് അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലൂ, വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലൂ. ഇത് നമ്മൾ യഥേഷ്ടം കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഒരു പ്രയോഗത്തിൽ വല്ല സത്യമുണ്ടോ? സ്വലാത്ത് എപ്പോഴും ചെല്ലാം, എങ്ങനെയും ചെല്ലാം. പക്ഷെ വെള്ളിയാഴ്ച മാത്രം എടുത്ത് സ്വലാത്തിനെ കുറിച്ച് പറയുന്നതിന് വല്ല അർത്ഥവും ഉണ്ടോ? 100% ആ വിഷയത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്തുകൾ. മഹാനായ ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യായിൽ ഒരു അധ്യായം തന്നെ വെള്ളിയാഴ്ചയുടെ മുന്നൊരുക്കങ്ങൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് വെള്ളിയാഴ്ചയിലെ സ്വലാത്ത് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒക്കെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. അതേക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു മഹത്തായ അവതരണമാണ് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഹസാബിന്റെ 56-ാമത്തെ ആയത്ത്. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങളുടെ റൂഹുൽ ബയാൻ ആ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം പേജുകളാണ്. ഏതായാലും എന്തിനാണ് വെള്ളിയാഴ്ച രാവാവട്ടെ പകലാവട്ടെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം എന്ന ഒരു കണ്ടെത്തല് പരിശുദ്ധമായ പ്രമാണങ്ങളിലും മഹാന്മാരായ അയിമ്മത്തിന്റെ കിതാബുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? വെള്ളിയാഴ്ച രാവിനും വെള്ളിയാഴ്ച പകലിനും സ്വലാത്ത് കൊണ്ടുള്ള ഒരു ബന്ധം തീർത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് തന്നെയാണ്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയിൽ
ചെയ്യേണ്ട അമലായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫഅക്സിറു ഫീഹി അലയ്യ മിനസ്സലാ, ആ വെള്ളിയാഴ്ച എന്റെ പേരിലുള്ള സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റ് ധാരാളം റിവായത്തുകൾ ഇത് സംബന്ധമായിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്താണ് സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ വളരെ ഖണ്ഡിതമായി തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആയത്തിലേക്ക് കടന്നു വരാം. ആ ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഒരുപാട് കയറിയാൽ നമ്മുടെ സമയം അനുവദിക്കില്ല. കാരണം അത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരായത്താണ് സ്വലാത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് ഉണർത്തിയിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. മഹാന്മാരായ നമ്മുടെ ഉലമാ പറയുന്നുണ്ട്, ഈ ആയത്ത് കേട്ട് തീർന്നു കഴിഞ്ഞാൽ, ഇത് ഓതി തീർന്നു കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലണം എന്ന്. കാരണം ഈ ആയത്ത് സ്വലാത്തും സലാമും ചൊല്ലണം എന്ന പ്രഖ്യാപനവും കൽപ്പനയുമാണ്. അങ്ങനെയെങ്കിൽ ആയത്തിന് വഴിപ്പെടലാണ്. ഇത് കേട്ട ഉടനെ തന്നെ സ്വലാത്തും സലാമും ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. എന്താ ഈ ആയത്ത്? നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, അള്ളാഹ് ചെയ്യുന്ന, മലക്കുകൾ ചെയ്യുന്ന ഈ ജോലി, അല്ലെങ്കിൽ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഈ കർമ്മം, സല്ലു, നിങ്ങളും ചെയ്യേണ്ടതാണ്. അത് സ്വലാത്താണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അത് അവിടുത്തെ പേരിലുള്ള സലാമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ കാണുന്ന വളരെ മനോഹരമായ ഒരു പൂർത്തീകരണം എന്ന് പറയാൻ പറ്റുന്ന ഒരു അവതരണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ളത്. ഒരു പരിപൂർണമായ ഒരു അവതരണമാണ് ഈ വിഷയ സംബന്ധമായിട്ട് ഈ ആയത്തിൽ നമുക്ക് കാണാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തഫ്സീറിൽ കാണാം. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസബി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വയുസല്ലാ യൗമൽ ജുമുഅത്തി വലൈലത, പരിശുദ്ധ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് വെള്ളിയാഴ്ച രാവും പകലും നിങ്ങൾ ചൊല്ലണം, ചൊല്ലപ്പെടേണ്ടതാണ്. ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാവും ചൊല്ലണം, പകലും ചൊല്ലണം. കാരണം എന്താ? ഫൈനൽ ജുമുഅത സയ്യിദുൽ അയ്യാമി വമഖ്സൂസും ബിസയ്യിദിൽ അനാം. എന്താ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ എന്ന് പ്രത്യേകം സ്വലാത്തിന്റെ വിഷയത്തിൽ പറയാൻ കാരണം മഹാൻ രേഖപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലെ 7 ദിവസങ്ങളുടെ നേതാവാണ്. മാത്രവുമല്ല, നേതാവ് എന്ന് വരുന്നോടത്ത് വെള്ളിയാഴ്ച സൃഷ്ടികളുടെ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ദിവസമാണ്. ഫലിസ്വലവാത്തി ഫീഹി മസിയത്തുൻ വസിയാദത്തുൻ സിയാദത്തുൻ മസൂബത്തുൻ വഖുർബത്തുൻ വദറജത്തുൻ ഫിൽ ഹദീസ്. പരിശുദ്ധമായ ഹദീസ് പറഞ്ഞതനുസരിച്ച് ഈ ദിവസങ്ങളിൽ, ഏത് വെള്ളിയാഴ്ച രാവാവട്ടെ പകലാവട്ടെ, നമ്മൾ ചെയ്യുന്ന സ്വലാത്തിനൊരു പ്രത്യേക അലങ്കാരമാണ്. ആ സ്വലാത്തിന്, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന് പ്രതിഫലത്തിൽ വർധനവുണ്ട്. മാത്രമല്ല വസിയാദത്ത് മസൂബ, പ്രതിഫലത്തിൽ ഒരുപാട് വലിയ വർധനവുണ്ട്, പ്രതിഫലം നൽകപ്പെടുന്നതാണ്. മാത്രവുമല്ല അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നു വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ചെയ്യുന്ന സ്വലാത്ത്. വെള്ളി രാവും പകലും ചെയ്യുന്ന സ്വലാത്ത്, ചൊല്ലുന്ന സ്വലാത്ത് ഹബീബിലേക്ക് അടുക്കാൻ പെട്ടെന്ന് അടുക്കാൻ പറ്റും, അള്ളാഹുവിലേക്കും പെട്ടെന്ന് അടുക്കാൻ പറ്റും. അല്ലാത്ത സമയങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്ത് പോലെയല്ല. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസബി റൂഹുൽ ബയാൻ രേഖപ്പെടുത്തുന്നു, മറ്റു അയിമ്മത്തും ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. വസിയാദത്തും മസൂബത്തിൻ, അല്ലെങ്കിൽ വസിയാദത്തും മസൂബത്തുൻ, പ്രതിഫലം നൽകപ്പെടുന്നതായ വർധനവ് അള്ളാഹു നൽകും. അത് ഏത് നിലക്കും നൽകും. മാത്രവുമല്ല അള്ളാഹുവിലേക്കും അവന്റെ ഹബീബിലേക്കും പ്രത്യേകമായി അടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്ത്. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഹബീബിനെ സ്വപ്നം കാണാൻ കഴിയും. സ്വലാത്തിന്റെ ഒരു ബർക്കത്താണത്. അപ്പൊ വെള്ളിയാഴ്ച രാവിലും പകലിലും
അള്ളാഹുവിലേക്കും അവന്റെ ഹബീബിലേക്കും ദീനി ചിന്തയിലേക്കൊക്കെ നമ്മെ അടുപ്പിക്കുന്ന ഒരു പ്രത്യേകത ആ ടൈമിനുണ്ട്. വെള്ളി രാവ് പകല് അത് സ്വലാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മാത്രവുമല്ല ഒരുപാട് പദവികൾ നേടിത്തരും സ്വലാത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹദീസിലുണ്ടല്ലോ, ഇന്ന അഫ്ദല അയ്യാമികും യൗമുൽ ജുമുഅ فيه خلق فيه آدم عليه السلام وفيه النفخة وفيه الصعقة فأكثروا علي من الصلاة فيه فإن صلاتكم معروضة علي. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം ആഴ്ചയിൽ അത് വെള്ളി തന്നെയാണ്. അന്ന് ആദം നബിയെ പടച്ചു അല്ലാഹു തആല. അന്നാണ് ലോകാവസാനം വെച്ചത്. അന്നാണ് ഖിയാമത്ത് നാള്. ലോക അവസാനിച്ച ശേഷം ഖിയാമത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള്, ഖിയാമത്ത് നാള് അത് സംഭവിക്കുന്നത്. മാത്രവുമല്ല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറവി വെള്ളിയാഴ്ചയാണ്. അങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നു, നിങ്ങൾ എന്റെ പേരിലുള്ള സ്വലാത്ത് വെള്ളിയാഴ്ച വർദ്ധിപ്പിക്കണം, കാരണം നിങ്ങളുടെ സ്വലാത്ത് എന്റെ അടുക്കൽ കാണിക്കപ്പെടുന്നതാണ്. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ തുഅറദു അലൈക സ്വലാത്തുന, നബിയെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എങ്ങനെയാ അങ്ങയുടെ അടുക്കൽ എത്തിക്കപ്പെടാ, അങ്ങയുടെ മുന്നിൽ എങ്ങനെയാ കാണിക്കപ്പെടാ? ഹബീബ് പറഞ്ഞു, എന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ അടുക്കൽ എത്തിക്കപ്പെടും. വഖദ് റമംത, അങ്ങ് മണ്ണായി തീരൂല നബിയെ. മണ്ണായി തീർന്നാൽ, അങ്ങ് വഫാത്തായ ശേഷം അങ്ങ് മണ്ണായി തീർന്നു കഴിഞ്ഞാൽ അങ്ങയുടെ ഖബറിൽ കിടക്കുന്ന അങ്ങേക്ക് എങ്ങനെയാണ് സ്വലാത്ത് കാണിക്കപ്പെടാ? അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ ഞാൻ മണ്ണാവൂല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാഇ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മണ്ണിനെ ഹറാമാക്കിയിട്ടുണ്ട്, അവന്റെ അമ്പിയാക്കളുടെ ശരീരം തിന്നല് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഉണ്ട്, മണ്ണ് നുരുമ്പിയൊന്നും പോവില്ല. എന്റെ അടുക്കിലേക്ക് അയക്കപ്പെടുന്ന ഏത് സ്വലാത്തും കൃത്യമായ മേൽവിലാസത്തിൽ തന്നെ അവിടെ എത്തുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവും പകലും ഒഴിവാക്കി കളയരുത്. പ്രത്യേകിച്ച് ആദരണീയമായ ഒരു മാസത്തിലൊക്കെയാണ് വെള്ളിയാഴ്ച രാവും പകലും എങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച 100 വട്ടം സ്വലാത്ത് ചൊല്ലുന്നതിനൊരു വളരെ പ്രത്യേകമായ ഒരു പരിഗണന അള്ളാഹു നൽകുന്നതായി മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ ഇജ്ലാൻ തങ്ങളുടെ പിതാവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് മഹാനവറുകൾ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും കേൾക്കുകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, മൻ സല്ലല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൽ ജുമുഅത്തി മിഅത മറ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, പുണ്യനബിയുടെ ഉദ്ധരണിയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പഠിച്ചത്. അലി റളിയല്ലാഹു അൻഹു പങ്കുവെക്കാണ്, ഹബീബിന്റെ പേരിൽ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം 100 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ, വെള്ളിയാഴ്ച എന്ന പരിഗണന നമ്മൾ കൃത്യമായി തന്നെ കൊടുക്കണം. ഹബീബിന്റെ പേരിൽ നിങ്ങൾ 100 ചൊല്ലുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ വെള്ളിയാഴ്ചയെ പരിഗണിച്ചുകൊണ്ടൊരു 100 വേറെ ചൊല്ലണം. 100 ചൊല്ലണം. ആ 100 ഒരു വട്ടം 100 എല്ലാം, 2 വട്ടം 100 എല്ലാം, 3 വട്ടം ചൊല്ലാം. 3000 സ്വലാത്ത് വരെ വെള്ളിയാഴ്ച ചൊല്ലാവുന്നതാണ്. അങ്ങനെ വരെ പറഞ്ഞിട്ടുള്ള ഇമാമിങ്ങളുടെ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. 3000 സ്വലാത്ത് വരെ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റസൂലുള്ളാഹിനെ പെട്ടെന്ന് സ്വപ്നം കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3000 സ്വലാത്ത്, ഹബീബിനെ സ്വലാത്ത് ചൊല്ലി കാണാൻ നമുക്ക് കഴിയും. 3000 സ്വലാത്തിന് പ്രത്യേകതയുണ്ട്. മഹാന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഏതായാലും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരാൾ വെള്ളിയാഴ്ച 100 സ്വലാത്തെങ്കിലും ചൊല്ലിയാൽ ഖിയാമത്ത് നാളിൽ അവൻ വരുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരിക്കും. ജാഅ യൗമൽ ഖിയാമത്തി വഅലാ വജ്ഹിഹി മിനൻ നൂരി നൂർ, വല്ലാത്തൊരു പ്രകാശമായിരിക്കും അവന്റെ മുഖത്ത്. അപ്പൊ ജനങ്ങൾ ചോദിക്കും, അയ്യു ശൈഇൻ കാന യഅമലു ഹാദാ, ഈ മനുഷ്യന്റെ മുഖത്ത് ഇത്രയും പ്രകാശം ഉണ്ടാവാൻ ഇദ്ദേഹം എന്ത് അമലായിരിക്കോ ഭൂമിയിൽ വെച്ച് ചെയ്തതെന്ന് മറ്റു ജനങ്ങൾ മഹ്ശറയിൽ വെച്ച് ഇയാളെ കാണുമ്പോൾ ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ട് പഠിച്ച അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് കാണാം. അപ്പൊ 3000 സ്വലാത്ത് എല്ലാം, 2000 ചൊല്ലാം, 1000 ചൊല്ലാം, 500 എല്ലാം, അങ്ങനെ പലതും ചൊല്ലാം. 100 ചൊല്ലിയിരിക്കണം. വേണ്ട 80 ചൊല്ലിയിരിക്കണം.
സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച ദിവസം 80 വട്ടം ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ, 80 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ പൊറുക്കും. 80 വർഷത്തെ പാപം പൊറുക്കും. 80 വർഷത്തേക്ക് അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കും. അപ്പൊ ആ 80 സ്വലാത്തായിരിക്കണം. റൂഹുൽ ബയാനിൽ തന്നെ കാണുന്നുണ്ട് സ്വലാത്ത് പരമാവധി ഭംഗിയാക്കണം. അത് നല്ല ഉച്ചാരണത്തിലും നല്ല വേഷത്തിലും നല്ല രൂപത്തിലും നല്ല സദസ്സിലും എങ്ങനെ സ്വലാത്ത് ചൊല്ലിയാലും കൂലി കിട്ടും. പക്ഷേ പ്രത്യേകമായി സ്വലാത്തിനൊന്ന് ആഘോഷിച്ചാൽ, സ്വലാത്തിനൊന്ന് പരിഗണിച്ചാൽ, സ്വലാത്തിനെ ഒന്ന് സ്നേഹിച്ചാൽ. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും സുഹൃത്ത് തന്നെയാണ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹം കോടാനുകോടി സ്വലാത്തുകൾ ചൊല്ലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ അകത്തിരുന്ന് അദ്ദേഹം കുറെ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ ആ വാഹനം വിറ്റപ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വന്നു. അത്ര ലക്ഷോപലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഒരു കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അത്രത്തോളം സ്വലാത്തിനെ സ്നേഹിക്കുന്നവരും ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരൊക്കെയാണ് നിങ്ങളെന്നറിയാം. എന്നാലും പറയുന്നു, 80 സ്വലാത്തെങ്കിലും 80 എണ്ണമെങ്കിലും ഒരാൾ മുടക്കാതെ കൊണ്ടുപോകണം. 100, 80 ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് ഒരാൾ 80 സ്വലാത്ത് ചൊല്ലിയാൽ ആ മനുഷ്യന്റെ 80 വർഷത്തെ പാപം അള്ളാഹു പൊറുക്കുമത്രേ. അപ്പൊ ചൊല്ലണ്ട പോലെ വൃത്തിയായി ഭംഗിയായി തന്നെ ചൊല്ലിയാൽ അള്ളാഹു ആ നെയ്യത്ത് നടത്തി തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വമൻ സല്ല അലയ്യ കുല്ല യൗമിൻ 500 മറത്തിൻ ലം യഫ്തഖിർ അബദ. ഒരാൾ 500 സ്വലാത്ത് ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് ജീവിതത്തിൽ ഒരു കാര്യത്തിനും ആവശ്യമായി മറ്റൊരാളെ സമീപിക്കേണ്ടി വരൂല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം, പണമാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ ദുനിയാവിൽ ആവശ്യമുള്ള ആ കാര്യം തേടി മറ്റൊരാളുടെ അടുക്കൽ പോകണ്ട വരൂല. എത്ര സ്വലാത്ത് ചൊല്ലിയാൽ? ദിവസവും 500 സ്വലാത്ത് ചൊല്ലുന്നവന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് ചൊല്ലുന്നതിന് പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സൂറത്തുൽ അഹ്സാബിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാൻ തന്നെ ഈ തഫ്സീർ രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരുപാട് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം ഇബ്നു അബി ശൈബ തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്, മൻ സല്ലല്ലാ അലൈഹി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കുത്തിബത്ത് ലഹു 10 ഹസനാത്തിൻ, അവന് രേഖപ്പെടുത്തുന്നത് 10 നന്മ അവൻ ചെയ്തു എന്നാ രേഖപ്പെടുത്താം. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 10 നന്മ അവൻ ചെയ്തിട്ട് അള്ളാഹു അത് സ്വീകരിച്ചു എന്ന രീതിയിൽ തന്നെ ആയിരിക്കും അവന്റെ ഏടിൽ അള്ളാഹു രേഖപ്പെടുത്താൻ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. 10 നന്മ ചെയ്തു എന്നല്ല, 10 നന്മ ചെയ്താൽ അതിനെ പരിപൂർണമായ അർഹതയിൽ അള്ളാഹു സ്വീകരിച്ചാൽ കിട്ടുന്ന കൂലി എന്തോ അത് രേഖപ്പെടുത്തും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, ഈ മനുഷ്യന് 10 നന്മ അള്ളാഹു രേഖപ്പെടുത്തുന്നതിന്റെ കൂടെ 70 നന്മ ഇവന് കൊടുക്കണേന്ന് വേറെ കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മലക്കുകൾ ദുആ ചെയ്യും. വമലായികതുഹു 70 സ്വലാ, 70 നന്മ ഈ മനുഷ്യന് വേറെ ചെയ്തു കൊടുക്കണമെന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മ അള്ളാഹു രേഖപ്പെടുത്തും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയവന് 10 നന്മ അള്ളാഹു രേഖപ്പെടുത്തുന്നതിന്റെ കൂടെ തന്നെ 70 ഗുണം ഇവന് വേറെയും ചെയ്യണമെന്ന് മലക്കുകൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദിന്റെ മുസ്നദിലാണ് ഹദീസ് ഉള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ സല്ലല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തിബത്ത് ലഹു 10 ഹസനാത്തിൻ ഔ ഹുത്ത അൻഹു 10 സയ്യിആത്തിൻ ഔ റുഫിഅ ലഹു 10 ദറജാത്ത്. ഒരാള് 10 സ്വലാത്ത് റസൂലിന്റെ പേരിൽ ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ 10 പാപം പൊറുക്കും. അവന് 10 നന്മ രേഖപ്പെടുത്തും. 10 പദവി അവൻ അള്ളാഹുവിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കും. ഹബീബ് ഈ ഹബീബിന്റെ പേരിലുള്ള ഈ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പ്രത്യേകത 10 സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മ അള്ളാഹു രേഖപ്പെടുത്തും, 10 പാപം പൊറുക്കും, 10 പദവി അള്ളാഹുവിന്റെ മുന്നിൽ അവന് കയറ്റം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്നു അബി ശൈബ തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നത് കാണുന്നു.
അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കാണാം, നമ്മൾ സ്വലാത്തൊക്കെ ചൊല്ലുമ്പോൾ ഇത് ഹബീബിന്റെ മുന്നിൽ എത്തിക്കാണ്. ഇതെങ്ങനെയാണ് അതിന്റെ സിസ്റ്റം? ഇബ്നു അബീ ശൈബ തങ്ങളുടെ മുസന്നഫിൽ നമുക്ക് വീണ്ടും ഹദീസ് കാണാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് എത്തിക്കപ്പെടുന്നു റൗളയിൽ. ഇന്ന മലക്കൻ മുവക്കലും ബിമൻ സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുബല്ലിഗ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് മാത്രം എത്തിക്കാൻ അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്ക് ഹബീബിന്റെ അടുക്കൽ ആ സ്വലാത്ത് എത്തിക്കുകയും ഹബീബിനോട് പറയും, ഇന്ന ഫുലാനം മിൻ ഉമ്മത്തിക സല്ലല്ലാഹു അലൈക നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ സമുദായത്തിലെ ഇന്നാലിന്നാൾ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയെ എന്ന്. ആ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനെ കുറിച്ച് മഹാനായ മലക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപമുള്ള മലക്ക് ഹബീബിനെ അറിയിക്കും എന്ന് മഹാനായ ഇമാം ഇബ്നു അബീ ശൈബ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഹബീബിനോടൊരു ബന്ധം നമുക്ക് നിർബന്ധമാണ്. ഹബീബിനോടൊരു ബന്ധമില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടത്തോടൊരു ബന്ധമില്ലാത്തവനെ എന്തിനു കൊള്ളാം? അതാലോചിക്കും. ഹബീബിനോടൊരു ബന്ധം വേണമല്ലോ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാഹ്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധമാർക്കാണെന്നറിയുമോ? ഖിയാമത്ത് നാളിൽ എല്ലാവർക്കും ബന്ധം ഉണ്ടാവാൻ ആഗ്രഹിക്കും. കാരണം ഖിയാമത്ത് നാളിന്റെ ആ വലിയ ഭീകരമായ അവസ്ഥകളൊക്കെ കാണുമ്പോൾ ഇവിടെ റസൂലിനോട് ഒരു ബന്ധം ഉണ്ടായാൽ രക്ഷപ്പെട്ടു എന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് എന്നോടുള്ള ഏറ്റവും വലിയ ബന്ധം ആർക്ക് എന്ന മാനദണ്ഡം, എന്നോട് ഏറ്റവും കൂടുതൽ സ്വലാത്ത് കൊണ്ട് അടുത്തവൻ ആരോ അവനായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദിയുടെ ജാമിഉൽ അഹദീസ് കാണാം. അപ്പൊ എത്ര അമൽ ചെയ്താലും ആ അമലുകൾക്ക് ഒരു പരിധി വെക്കുന്നുണ്ട്. പക്ഷേ 5 വഖത്ത് നിസ്കാരം 5 വഖത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റൂ. പക്ഷെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിന് പരിധിയില്ല. എത്രയുമാവാം, എങ്ങനെയുമാവാം. മഹാനായ ഇമാം തുർമുദി തന്നെ അവിടുത്തെ ജാമിഉൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മഹാനായ സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചു ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക, അങ്ങയുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, നബിയെ അങ്ങയുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണം നബിയെ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിച്ച അത്രയും ചൊല്ലിക്കോ. എന്റെ ആരാധനാ കർമ്മങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന എന്റെ സമയത്തിന്റെ 1/4 ഭാഗം ഞാൻ സ്വലാത്തിന് മാറ്റിവെക്കട്ടെ നബിയെ. ഹബീബായ നബി തങ്ങൾ പിന്നെ പറഞ്ഞു, നിന്റെ ഇഷ്ടം ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, ആ 1/4 കൂട്ടിയാൽ നിനക്ക് ഖൈറുണ്ട്, ചെയ്യാൻ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പൊ പറഞ്ഞെന്നാൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്ഫ, ഞാൻ എന്റെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വിശാലമായ സമയത്തിന്റെ പകുതിയും സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഇഷ്ടം, പക്ഷേ പകുതിയേക്കാളും കൂടുതൽ കൂട്ടിയാൽ നിനക്ക് ഖൈറാണ്. അപ്പോൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ആരാധനാ കർമ്മങ്ങൾക്കായി ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന പവിത്രമായ സമയത്തിന്റെ 2/3 ഭാഗവും സ്വലാത്ത് ചൊല്ലാനായി ഞാൻ മാറ്റിവെച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഇഷ്ടം കൂട്ടിയാൽ നിനക്ക് ഖൈറ് ഉണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, എന്നാൽ 2/3 അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, എന്റെ മുഴുവൻ സമയം ഞാൻ സ്വലാത്ത് ചെല്ലാൻ തീരുമാനിച്ചു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദൻ തക്ഫീ ഹമ്മുക, അങ്ങനെ മുഴുവൻ സമയം സ്വലാത്ത് ചെല്ലാണെങ്കിൽ നിനക്ക് യാതൊരുവിധ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവൂല, മാത്രമല്ല നിന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രത്തോളം സ്വലാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും. വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം. വെള്ളിയാഴ്ച രാവും പകലും ഒരു സ്വലാത്തിന്റെ
സ്വലാത്തിന്റെ ആഘോഷം തന്നെ നമ്മുടെ നാവിലും ജീവിതത്തിലും ഉണ്ടാവണം. പ്രത്യേകമായി സുന്നത്തുകളൊന്നും നഷ്ടപ്പെടാതെ, പവിത്രമായൊരു നല്ലൊരു മാസമല്ലേ ഇപ്പൊ നമ്മൾ നിലകൊള്ളുന്നത്, സുന്നത്തുകളൊന്നും നഷ്ടപ്പെടുത്താതെ പരമാവധി വെള്ളിയാഴ്ചയിലെ എല്ലാ സുന്നത്തുകളും എടുത്ത് സ്വലാത്തുകളും ചൊല്ലി ഹബീബിനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു ശ്രമം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പലരുടെയും ഒരു പ്രത്യേക ദുആ വസിയത്താണ് ഹബീബിനെ കാണണമെന്നുള്ളത്. അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്ക് തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി ചെയ്ത, പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് തന്ന എല്ലാത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. തരാൻ ഉദ്ദേശിച്ചതിൽ ബറക്കത്ത് നൽകുക അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. മാരക വിപത്തുകളെ തൊട്ടുകാക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് റബ്ബേ, നീ നിലനിർത്തി തരണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. തമ്പുരാനെ റബ്ബേ, അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സുഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.